Good morning all. April 2nd വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. ഓട്ടിസം പറഞ്ഞാൽ എന്ന നമ്മുടെ ബുദ്ധിവികാസത്തിന് പ്രത്യേകതയാണ്. ഈ വർഷത്തെ തീം എന്താണെന്ന് വെച്ചാൽ ഓട്ടിസം ആൻഡ് ഹ്യൂമാനിറ്റി. എവറി ലൈഫ് ഹാസ് വാല്യൂ. ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ആകാം? ഒരു കൊച്ചിനെ പേര് വിളിച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യാതിരിക്കും ആ കുഞ്ഞ്. അതേപോലെ ഒരു കൊച്ചിന് ഐ ടു ഐ കോൺടാക്റ്റ് ഉണ്ടാവില്ല. പിന്നെ ആ കുട്ടികൾ മറ്റുള്ള പിള്ളേരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും. മറ്റുള്ള പിള്ളേരോടൊപ്പം അധികം കളിക്കാതെ അവർ ഒറ്റപ്പെടലായിരിക്കും. പിന്നെ ആ കുട്ടികളുടെ സംസാരം ചിലപ്പോൾ വൈകിയായിരിക്കാം. ചിലപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടികൾ ചിലപ്പോൾ പുറകോട്ട് പോകാം വാക്കുകൾ കൊണ്ട്. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓട്ടിസത്തിന് എന്തായാലും മാക്സിമം നമുക്ക് അതിലൊരു ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും. അത് സ്പീച്ച് തെറപ്പി ആയിട്ടും ഓക്കുപേഷണൽ തെറപ്പി ആയിട്ടും ബിഹേവിയറൽ തെറപ്പി ആയിട്ടും നമ്മൾ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഈ ഓട്ടിസത്തിൻ്റെ കാരണം ഇതുവരെ ശരിക്കും ഒരു കാരണം കണ്ടുപിടിച്ചിട്ടില്ല. കുറഞ്ഞ റീസൺസ് അവർ പറയുന്നത് ജെനറ്റിക് റീസൺസ് ആണ്. പിന്നെ ഒരു തെറ്റായിട്ടുള്ള കാരണങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ചില വാക്സിൻസ് കൊണ്ട് ഓട്ടിസം ഉണ്ടാകുന്നുണ്ട് കുട്ടികൾക്ക്. അതൊരു തെറ്റായ കാരണമാണ്. അത് എന്തായാലും മാറ്റണം. അങ്ങനത്തെ ഒരു സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്ത സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ ഒരു കാരണം ഇല്ല. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് രീതിയിലും ആ കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു.